ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ആ ഒരു പ്രാവശ്യം നിങ്ങൾ ഫെയിലിയേഴ്സായിട്ട് പിന്നീട് ആ ഒരു ഫെയിലായ കാര്യങ്ങൾ പിന്നെയും നമ്മുടെ ആഗ്രഹം കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടോ? അതോ ഒരിക്കൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു, ഓക്കെ നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, നിനക്കിത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ തള്ളി വിട്ടിട്ട് ആ മറ്റുള്ളവർ പറയുന്നതിൽ വിശ്വസിച്ച് നീ മടി പിടിച്ച് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇപ്പോൾ ആയിരിക്കുകയാണോ? ഇനിയും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഉയരത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ ഫെയിലിയേഴ്സും ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും നിങ്ങളോട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കറൻ്റ്ലി ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ നഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ എത്തുന്നത് 2008 ഞാൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതാണ്. 2008 ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഞാൻ 2 പ്രാവശ്യം IELTS എഴുതാനായിട്ട് പഠിക്കാനായിട്ട് കോട്ടയത്ത് പഠിക്കാനായിട്ട് പോയി. അതുപോലെ തന്നെ കോട്ടയത്ത് എക്സാം എഴുതി നോക്കി. പിന്നെ ഞാൻ എക്സാം നമ്മുടെ നാട്ടിൽ എഴുതിയാൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ച് രാജസ്ഥാനിൽ വരെ IELTS എഴുതാനായിട്ട് പോയി. എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു 6 എന്ന ആ ഒരു ബേസിക് ലെവലിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു മോഡ്യൂളിന് പോയിട്ടും കിട്ടിയ വ്യക്തിയായിരുന്നില്ല. അവിടുന്ന് പിന്നെ ഞാൻ പോയത് നമ്മുടെ ജോലി ചെയ്യാനായിട്ട് പോയത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം എന്ന് വെച്ചാൽ 2008-2011 കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ള കാര്യമേ ഞാൻ ആ സമയത്ത് വിട്ടിരുന്നു. കാരണം നമുക്ക് കൂടുതലായിട്ട് IELTSനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടുതൽ അന്നത്തെ കാലത്ത് ആ സമയത്ത് OET വന്നിട്ടില്ലെന്ന്, OET PT ഒന്നും ഇല്ലായിരുന്നു, IELTS ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ ഒരു പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി ചെന്ന് കഴിഞ്ഞിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ നമ്മുടെ സൗദി അറേബ്യ, അതുപോലെ അബുദാബി അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു കൂടുതലായിട്ട്, അറബ് കൺട്രികളിലേക്കായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ വന്നുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ ഒരു മിനിമം ഒരു 10 ഇൻ്റർവ്യൂവിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ആണ് മിക്ക ദിവസവും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് അന്നൊന്നും ഒത്തിരി ഓഫ് ഡേയ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്സിൻ്റെ അന്നും ഏകദേശം ഒരു 1000-10,000 ആൾക്കാർ ഇൻ്റർവ്യൂവിന് വരും. റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അത് ആ റിട്ടേൺ ജയിക്കുന്നവരിൽ നിന്നാണ് ഓറൽ സെലക്ഷൻ ഉണ്ടാകുന്നത്. ആ ഓറലും പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 2 ഇൻ്റർവ്യൂവിന് ഫെയിലായി, 3 ഇൻ്റർവ്യൂവിന് ഫെയിലായി. എന്നിട്ടും അവിടെയും തളർന്നില്ല. പോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നിട്ട് ഓരോ ഇൻ്റർവ്യൂവിന് തോൽക്കുമ്പോഴും പിന്നെയും ഓരോ ഏജൻസികളെ പല ഏജൻസികളിൽ ബയോഡേറ്റ മാറി കയറി ഇറങ്ങി ഒരു 8-10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ സൗദി അറേബ്യയിലെത്തിയത്. അവിടെ ഏകദേശം ഒരു 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകണം എന്നുള്ള പിന്നീട് ഒരു ആഗ്രഹം വന്നത്. അവിടെയും ഞാൻ OET എഴുതാൻ പഠിക്കാൻ പോയി. OET എഴുതിയിട്ടും ഏകദേശം 3 പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയിട്ടാണ് ഞാൻ അവിടെ OET പാസ്സായതും. ആ ഒരു സ്കോർ വെച്ചിട്ടാണ് ഞാൻ അയർലൻഡിൽ ഫസ്റ്റ് പോയതും. അവിടുന്ന് അയർലൻഡിൽ നിന്നാണ് പിന്നീട് എനിക്ക് PR വിസയുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ പല പരാജയങ്ങളിലൂടെയാണ് ഞാനായിരിക്കുന്ന ഓസ്ട്രേലിയയിലെത്തിയത്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു വിജയം കിട്ടുന്നതിന് വരെ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, പരാജയം എന്നത് ഓരോ വിജയത്തിൻ്റെയും ചവിട്ടുപടികളാണ്. കൂടുതലായിട്ട് നമുക്ക് പഠിച്ച് മുന്നേറുവാൻ വേണ്ടി മാത്രമാണ് ഓരോ പരാജയങ്ങളും നിൽക്കുന്നത്. ഓരോ ഇൻ്റർവ്യൂകൾ ഫെയിലാകുമ്പോഴും നമുക്ക് ഓരോ പുതിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഈവൻ ഞാനിവിടെ ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നിട്ട് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഏകദേശം 1 ഇയർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഫിസിക്കലി ഒത്തിരി ടയേർഡാവുകയായിരുന്നു. എനിക്ക് 4 കുട്ടികളുണ്ട്. 4 കുട്ടികളെയും വെച്ച് ഫുൾ ടൈം നേഴ്സായിട്ട് എമർജൻസിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും എമർജൻസിയിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2 പേരും ഷിഫ്റ്റ് വർക്ക് ചെയ്യും. അവിടുന്നും ഞാൻ കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. അതും ഏകദേശം 4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 4ാമത്തെ ഒരു ഇൻ്റർവ്യൂവിലാണ് എനിക്ക് 3 ഇൻ്റർവ്യൂ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. 4ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് എമർജൻസിയിൽ നിന്ന് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഇൻ്റർവ്യൂ പാസ്സാകുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ വിജയങ്ങളും ഓരോ പരാജയങ്ങളും ഓരോ
വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഓരോ സ്ഥലത്തും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ ഫെയിൽ ആകുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ ദിസ് ഈസ് സംതിങ് ബെസ്റ്റ് ഈസ് ഗോയിങ് ടു കം. അതുപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂകളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നമ്മൾ അടുത്ത ഇൻ്റർവ്യൂവിൽ നമ്മൾ അതും അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് പാസ്സായി ഇന്നായിരിക്കുന്ന ഒരു പൊസിഷനിൽ ആയിരിക്കാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ച്. എല്ലാ മഹത്വവും ദൈവത്തിന് തന്നെ, അതോടൊപ്പം തന്നെ പക്ഷേ നമ്മുടെ പരിശ്രമവും ഒപ്പമുണ്ടായിരിക്കണം. നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാമുകൾ എഴുതിയിട്ട് പാസ്സാകാതെയോ നിരാശയിലൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഓരോ വിജയിക്കുന്ന വ്യക്തികളുടെ പുറകിലും ഇതുപോലെ ഒത്തിരി പരാജയത്തിൻ്റേതായ ചവിട്ടുപടികൾ ഒത്തിരിയുണ്ട്. അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.